പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ, ഒരു നാളൻ കനവിലൊന്നണഞ്ഞിടുമോ? എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ? പരിശുദ്ധ മദീനയിൽ മയങ്ങുന്ന മലർമുല്ലേ, ഒരു നാളൻ കനവിലൊന്നണഞ്ഞിടുമോ? എൻ്റെ ഹൃദയത്തിൻ നൊമ്പരം അങ്ങറിഞ്ഞിടുമോ? ഒരു പാട് നാളായി മഹാപാപി കൊതിക്കുന്നു മദീനത്തൻ മണലൊന്ന് പുണർന്നിടുവാൻ. എന്നിൽ അസറായിലണയും മുൻ വിളിച്ചിടുമോ? ഈ മദീനയെ നെഞ്ചാറ്റാത്ത വിശ്വാസികൾ ആരാ ഉള്ളത്? അത്രയേറെ കോടിക്കണക്കിന് ആശിഖീങ്ങളുടെ കണ്ണുനീര് വീണു നനഞ്ഞു കുതിർന്ന മറ്റൊരു മണ്ണ് ഈ ഭൂമിയുടെ മുകളിൽ വേറെ ഏതാണുള്ളത്? ഈ ലോകത്തെ ജനകോടികളായ വിശ്വാസി ലക്ഷങ്ങളുടെ അവസാനത്തെ അഭയമായി അവർ മനസ്സിൽ സ്വപ്നം കാണുന്ന മറ്റൊരു നാട് മദീനയല്ലാതെ മറ്റേതാണുള്ളത്? മീമോട് തുടങ്ങും മദീന, മശ്ഹൂർ ബലദുൽ അമീന, മിസ്കിൻ്റെ മംബഅസ്ഥാന, മിസ്ബാഹ് നൂർ നബീന, സബ്സ് ഗുംബദ് വാലെ, मंजूर दुआ करना जब वक्त रज़ा आए, दीदार अता करना. മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് കണ്ണീരോടുകൂടി നാടുവിട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു വെച്ച് സ്വീകരിച്ച നാടാണ് മദീന. മക്കത്ത് നിന്ന് മുത്തുനബി തങ്ങൾ വിട പറയുമ്പോൾ, ഹിജ്റയ്ക്ക് വേണ്ടി മക്ക വിട്ടു പോകുമ്പോൾ, മക്കയുടെ അതിർത്തിയിൽ നിന്ന് ഹബീബായ തങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് കണ്ണുനീരിൻ്റെ സ്ഫടിക ജാലകത്തിലൂടെ ആ പുണ്യനഗരിയെ നോക്കി പറഞ്ഞ വാക്കുകളുണ്ട്. വല്ലാഹി ഇന്നകി ലഅഹബ്ബുൽ ബിലാദി ഇലൈ. അല്ലയോ മക്ക, ഈ ഭൂമിക്ക് മുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് നീ തന്നെയാണ്. നിന്റെ നാട്ടിലുള്ളവർ എൻ്റെ കുടുംബക്കാർ, അവരെന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടം വിട്ടു പോകുമായിരുന്നില്ല എന്ന് കണ്ണുനീരോടെ മക്കയോട് വിട ചോദിച്ചു പോയ മുത്തുനബി തങ്ങൾ 5-8 കൊല്ലം കഴിഞ്ഞ് മക്കത്തേക്ക് തിരിച്ചു വരികയാണ്. മക്ക കീഴടക്കുകയാണ്. മക്കയിലെ സകല കുഫറിൻ്റെയും കിബറിൻ്റെയും കോമരങ്ങൾ ഹബീബിൻ്റെ കാൽക്കൽ വന്നമരുകയാണ്. ഇനി നബിതങ്ങൾക്ക് മക്കത്ത് എവിടെയും താമസിക്കാം. പക്ഷേ നബിതങ്ങൾ തീരുമാനിച്ചത് എൻ്റെ താമസം ഇനിയും മദീനയിലാണ് എന്നു തന്നെയാണ്. അത്രയേറെ മക്കയെ സ്നേഹിച്ചിരുന്ന മുത്തുനബിതങ്ങൾ മക്കയേക്കാൾ പിന്നെ മദീനയെ സ്നേഹിച്ചത് മദീന ഹബീബിന് നൽകിയ സ്നേഹവായ്പിൻ്റെ ആഴം കൊണ്ട് തന്നെയാണ്. മഹബൂബുറങ്ങും സന്നിധി മനതാരിൽ കണ്ടിടുവാൻ കൊതി, മഹബൂബുറങ്ങും സന്നിധി മനതാരിൽ കണ്ടിടുവാൻ കൊതി, മന്നാനെനിക്കേകാവിധി മണ്ണിൽ എനിക്കിനിയതു മതി. ഇഷ്ഖ് റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ്, ഇഷ്ഖ് റസൂലല്ലാഹ് നൂറെ ഹബീബല്ലാഹ്.
എന്താണ് മദീനയുടെ പ്രത്യേകത? വിശുദ്ധമായ മക്ക പോലെ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ആയിരക്കണക്കിന് പ്രവാചകന്മാരുടെയും പാദപതനങ്ങളെ കൊണ്ട് പവിത്രമായൊരു മണ്ണാണോ? അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗേഹമായ കഅബാലയത്തെ മടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഒരു നഗരമാണോ മദീന? എന്താണ് മദീനയുടെ മഹത്വം? തിരു ഹബീബിൻ്റെ പവിത്രമായ കാൽപാദങ്ങൾ പതിഞ്ഞു എന്നതല്ലാതെ പുരാതന കാലത്തെ യസ്രിബ് എന്നറിയപ്പെട്ടിരുന്ന ആ കാർഷിക ഗ്രാമം പിന്നെ എങ്ങനെയാണ് ലോക ചരിത്രത്തിലെ അൽ മദീനത്തുൽ മുനവ്വറ, പരിശുദ്ധ പ്രവാചകരുടെ പ്രകാശിതമായ സുഗന്ധഭൂമി എന്നറിയപ്പെട്ടത്? അതെങ്ങനെയാണ് ത്വയ്ബയായത്? ലോകത്ത് വിശ്വാസത്തിൻ്റെ സുഗന്ധം പ്രസരിപ്പിക്കുന്ന കേന്ദ്രമെന്ന് ചരിത്രം എങ്ങനെയാണ് അതിനെ ഓമനത്വത്തോടുകൂടി വിളിച്ചത്? മേരെ ആക്കാക്ക് റൗസ മദീനേ മെഹേ, എൻ്റെ നേതാവിൻ്റെ റൗലയുള്ളത് ആ മദീനയിലാണ് എന്നതിലപ്പുറം മദീനയെ മറ്റു നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഘടകമെന്താണ്?